ഈ ദേവന്മാരെ എല്ലാം അവഗണിച്ചുകൊണ്ട് അവൾ ഒരു മനുഷ്യനെ ഭർത്താവായി സ്വീകരിച്ചുവെന്നോ? എങ്കിൽ അതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കുക തന്നെ വേണം. ഇത്രയും വലിയ ധിക്കാരം സഹിക്കുവാൻ വയ്യ. ഞാൻ അതിനു വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. കലി ദേഷ്യം കൊണ്ട് വിറച്ചു. ദേവന്മാർ കലിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ചിന്തിക്കരുത്. ഞങ്ങളുടെ എല്ലാം സമ്മതത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് അവൾ നളനെ വരിച്ചത്. സർവഗുണസമ്പന്നനായ ഒരു രാജാവിനെ ഏതു സ്ത്രീയാണ് ആഗ്രഹിച്ചു പോകാത്തത്? അത്രയുമേ ദമയന്തിയും ചെയ്തുള്ളൂ. അതുകൊണ്ട് ധർമ്മനിഷ്ഠനായ നളനെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്കു തന്നെ അത് ആപത്തായി തീരും. അതുകൊണ്ട് ദയവായി നിങ്ങൾ മടങ്ങിപ്പോകൂ. ഇന്ദ്രൻ കലിയോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി. പക്ഷേ ഇന്ദ്രന്റെ വാക്കുകൾ കേട്ടിട്ടൊന്നും കലിക്ക് ദേഷ്യം അടങ്ങിയില്ല. കലി ദ്വാപരനോട് പറഞ്ഞു, ഹേ ദ്വാപര, നമുക്ക് ഇതിന് പകരം വീട്ടണം. ദമയന്തിക്ക് നളനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുവാൻ അനുവദിച്ചുകൂടാ. ഞാൻ നളനിൽ പ്രവേശിക്കാം, നീ എന്നെ സഹായിക്കണം. കലി ദ്വാപരനോട് പറഞ്ഞു. അങ്ങനെ അവർ നിഷധരാജധാനിയിലെത്തി. നളനിൽ പ്രവേശിക്കുവാൻ അവസരം കാത്തിരുന്നു.